യുദ്ധങ്ങളുണ്ടാകുന്ന, ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന, അന്തർരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? കർത്താവിൽ നകന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് വിചാരിക്കുന്നത്, ഇപ്പം സാധാരണഗതിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കർത്താവിലൂടെ നോക്കി കാണാൻ. ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഓണം ആഘോഷിക്കുക, പല അഭിപ്രായങ്ങൾ പലയിടത്തും വരുന്ന കേൾക്കുന്നു. യൂട്യൂബിലൂടെയൊക്കെ ചില കഠിനമായിട്ട് നിശിതമായിട്ട് വിഗ്രഹാരാധന പങ്കെടുക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നു. അതേസമയത്ത് മറ്റുള്ള നിസ്സാരായി നിൽക്കുന്നു. പല നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ആചരിച്ചു പോകുന്ന ഒരു എല്ലാ ഗ്രാമങ്ങളും നടത്തപ്പെടുന്ന ഒരു ഉത്സവമാണ്. ഒരു ദേശീയോത്സവത്തെ ഗ്രാമീണ തലത്തിൽ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ആ ഒരു ഒന്നാന്തര ആചാരാനുഷ്ഠാനമാണ് എന്ന് പറയുന്നത്. ഓണം എന്ന് പറയുമ്പോൾ ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോറിന് കൊമ്പിൽ കഞ്ഞി എന്ന് പറയുന്ന ശൈലി വരെ ഉണ്ടാകാത്ത ഗതി മനുഷ്യൻ്റെ സാഹിത്യത്തിലും ഭാഷയിലും അവൻ്റെ മജ്ജയിലും മാംസത്തിലും ഒക്കെ ഇണങ്ങിച്ചേർന്നത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ മുതിർന്ന തലമുറയുടെ ഇളം പ്രായത്തിലുണ്ടായിരുന്ന ഓണാഘോഷത്തെ ഓർത്ത് നോക്കുകയും എന്തൊരാഹ്ലാദം, എന്തൊരാനന്ദം, ഒരു വില്ലേജ് മുഴുവൻ സന്തോഷിച്ച് ആനന്ദിച്ച് ഉച്ച കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വലിയ പാട്ടും കൊട്ടും കുറവയും പകിടകളെയും അല്ലെങ്കിൽ ഊഞ്ഞാലാട്ടം പറയുന്ന വടംവലിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന അതിന് ഇന്ന് മനുഷ്യന് നേരമില്ല. അതിനൊക്കെ വ്യത്യസ്തമായി അന്നത്തെ ഒരു ഓണം എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അതായത് ഭക്ഷണം ഇല്ലാത്ത ഘട്ടങ്ങളിൽ ഊണെന്ന് പറഞ്ഞ വലിയ കാര്യം. അപ്പോൾ അതിനായിട്ട് ഒരുങ്ങി പോകുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്കാർക്കും ഭക്ഷണമൊന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ മഹിമയെല്ലാം നഷ്ടപ്പെട്ടു പോയി. എങ്കിൽ പോലും അതിനകത്തെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഹൃദ്യമായിട്ടും കാണേണ്ട സംഗതി, അതിനകത്ത് ചില ഒരു മൂല്യങ്ങളുണ്ട് അതിനകത്ത് കിടപ്പ്. അതായത് മാലോകരെല്ലാവരും ഒരുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, ഉള്ളവുമില്ല, പൊളിവചനം എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ ഒരു സങ്കല്പം അതിനകത്ത് കിടപ്പണം. ആ സങ്കല്പത്തിന് വില കൊടുക്കേണ്ടതാണ്. അത് വില കൊടുക്കേണ്ടതാണ്. മനുഷ്യൻ്റെ ആത്യന്തികമായ ആഗ്രഹവും താല്പര്യമാണ്. മാവേലി നാട് വാണിരും കാലം മാലോകരെല്ലാവരും ഒരുപോലെ എന്ന് പറയാൻ മാത്രമല്ല, അങ്ങനെ ആ ഹൃദയത്തിൻ്റെ ഐക്യത്തിലുണ്ട്. അങ്ങനെ അത് ആചരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് വില്ലേജുകളിൽ ഒരു വ്യത്യാസമില്ലാതെ മതവർഗ ജാതി ചിന്ത വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഇത് ആചരിച്ചു പോകുന്നിരുന്ന ഒരു കാലമാണ് നമുക്കുണ്ടായിരുന്നത്. അതിലൊന്നും ഭംഗം വരുന്നത് ശരിയല്ല. അത് ഭംഗിയായിട്ട് അതുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങളെ എടുത്ത് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. നേരെ മറിച്ച് അതൊക്കെ വിഗ്രഹാരാധനയാണ്, അതിൻ്റെ പിമ്പിൽ നിൽക്കുന്നതൊക്കെ അവരുടെ ദേവന്മാർ ദൈവം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അത് ആരാധനയോട് ബന്ധപ്പെടുത്തേണ്ട കാര്യമല്ല. ഇത് ആരാധനയോട് ബന്ധപ്പെട്ട് അനുഷ്ഠാനമായിട്ട് കാണുന്നത് സാംസ്കാരിക തലത്തിൽ നിൽക്കേണ്ട കാര്യമാണ്. മാത്രവുമല്ല, വിശുദ്ധഗ്രന്ഥം തന്നെ രൂപീകരിക്കുന്ന മുമ്പുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെയൊക്കെ വിശുദ്ധഗ്രന്ഥകാരനെ എടുത്തിട്ട് പരിശുദ്ധാത്മാവിലൂടെ ദൈവനിവേശകരായിട്ട് അതിനെ രൂപപ്പെടുത്തി എടുത്തിട്ട് വിശുദ്ധത്തിന്റെ ഭാഗമാക്കി എടുക്കുക. അതുകൊണ്ട് ആദ്യഘട്ടങ്ങളും കാണുന്ന ഐതിഹ്യങ്ങളൊക്കെ വേദപുസ്തകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന മറ്റാളുകൾ നിലനിന്നിരുന്നതാണ്. ഉദാഹരണമാണ് ജലപ്രളയത്തിൻ്റെ കാര്യം. ജലപ്രളയത്തിൻ്റെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഒരുപാട് മതങ്ങളിൽ വേദപുസ്തകം ഉണ്ടാകുന്ന മുമ്പ് തന്നെ മെസപ്പൊട്ടോമിയും ബാബിലോൺ സംസ്കാരത്തിൽ നിലനിന്നിരുന്നതാണ്. അവിടെ എന്തുകൊണ്ടാണ് ജലപ്രളയം ഉണ്ടാകും? അവരുടെ കാരണം പറയുന്നത് ദേവന്മാർ തമ്മിലുള്ള കുശുമ്പും അസൂയയും സ്പർദ്ധയും ഒക്കെ ആയിട്ട് മനുഷ്യനെ പീഡിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥകാരൻ അതിങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ എന്തായത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞത് ഒരു ദൈവമേ ഉള്ളൂ, മനുഷ്യന്റെ തിന്മയ്ക്ക് മനുഷ്യന്റെ പാപത്തിന് പശ്ചാത്തപിക്കാൻ വേണ്ടി ശിക്ഷയായിട്ടാണ് ജലപ്രളയം എന്ന് പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഏകദൈവ വിശ്വാസവും അതിൻ്റെ ധാർമ്മികതയെ എടുത്ത് പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മുമ്പ് നിന്നിരുന്ന ഐതിഹ്യത്തിന് വിലയില്ലേ, അതൊന്നും ഐതിഹ്യം എന്ന് പറഞ്ഞ പോലെ ഒരു ഐതിഹ്യത്തിൽ ബിംബിക്കിടപ്പുണ്ട്. നമ്മൾ അതിനകത്ത് നല്ല നന്മ മാത്രം എടുത്താൽ മതി, മറ്റൊന്നും എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആരാധനയോടോ കൾട്ടിനോടോ ബന്ധപ്പെടുത്തി ദേവാലയത്തിനൊന്നും ബന്ധപ്പെടുത്തിയൊന്നും ഓണാഘോഷിക്കേണ്ടത്. ചില സാഹചര്യം ചില ആൾ ചിലപ്പോൾ അമിത താല്പര്യം കൊണ്ട് ചിലപ്പോൾ കൊണ്ട് ദേവാലയത്തിൽ ബന്ധപ്പെടുത്തിയൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഒരു പക്ഷേ പരിണിതപരമായിട്ടായിരിക്കാം നെഗറ്റീവ് ക്രിറ്റിസിസം ഉണ്ടാകാനായിട്ടിടയാണ്. വളരെ നെഗറ്റീവായിട്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല. ദൈവശാസ്ത്രത്തോടൊന്നും ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. അതിനകത്ത് നന്മയുടെ വശം മനുഷ്യനൊന്നിച്ച് വരുന്നു, ആ ഒരുമിച്ച് വരുന്ന ദൈവം ആഗ്രഹിക്കുന്നു, കൂട്ടായ്മയിൽ ഒന്നിച്ച് വരുന്നു. ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും. അവിടെ ജാതി വർഗ വർണ്ണ ഭേദം ഇല്ലാതെ ഒന്നിച്ച് വരുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മൂല്യമുള്ള കാര്യം. അതിനെ പ്രബോധിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനുമാണ് നമ്മൾ കഴിയേണ്ടത്. അല്ല നേരെ മറിച്ച് അവിടെ വിഗ്രഹാരാധനയാണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും തള്ളിക്കളയേണ്ട കാര്യമില്ല. തന്നെയല്ല, മനുഷ്യനെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ചില ഘടകങ്ങളൊക്കെ നശിപ്പിച്ചു കളയാതെ ഒന്നിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടത്. അതുകൊണ്ട് അതിനകത്തൊരു വിഗ്രഹാരാധന കാണേണ്ട കാര്യമില്ല. നമ്മൾ നേരിട്ട് നമുക്ക് തന്നെയല്ല, ഇതാരാ നമ്മൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ കൃത്യമായ ആധികാരിക പ്രബോധക സമിതിയുള്ള സമൂഹമാണ്. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തെ സംശയം കൊണ്ടാകുമ്പോൾ ഓരോ കാലഘട്ടങ്ങൾ പരിശുദ്ധ പിതാവിൽ നിന്ന് അല്ലെങ്കിൽ ആധികാരിക പ്രബോധക സമിതിയിൽ നല്ല വഴിനടത്തലുള്ള സമൂഹം നമ്മുടെ. അതിൻ്റെ ഉപശാഖകളായിട്ട് പിന്നീട് KCBCയിലെയും ദിനടിൻ്റെയൊക്കെ അകത്ത് പ്രബോധക സമിതികളുണ്ട്. അവർ കൃത്യമായിട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ അക്ഷരത്തിൽ പാലിക്കാൻ നമുക്ക് കടമയാണ്. അവർ നൽകുകയാണ് ഉഗ്രഹാധനയാണ് കേട്ടോ, അതിന് മേലെ നമ്മൾ പള്ളിയിലൊന്നും ആരും ആചരിക്കേണ്ടതെന്ന് പറയാൻ അനുസരിക്കണം.
അവരങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല. കാരണം പറയേണ്ട ഒരു കാര്യമില്ല അതിനകത്ത്. പറഞ്ഞാൽ അനുസരിക്കണം. പക്ഷേ അതേ സമയത്ത് നമ്മൾ വ്യക്തിഗതമായ അഭിപ്രായങ്ങൾ പോകേണ്ട കാര്യമില്ല. അത് ഓരോ വ്യക്തിയുടെ അഭിപ്രായങ്ങളാണ്. അത് ആ വിധത്തിൽ തന്നെ എടുത്താൽ മതി. അതുകൊണ്ട് നമ്മൾ ആചരിച്ചു പോകുന്നതായ ഒരു നല്ല കാര്യം, അതായത് ഓരോ വില്ലേജിലെ ആൾക്കാരെ ഒന്നിപ്പിച്ച് ചേർക്കുന്നതായ നല്ല അനുഷ്ഠാന ആചാരങ്ങളും കളയാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെയും ചുമതല എന്ന കാര്യം ഓർക്കുക. അതിനകത്ത് വിഗ്രഹാരാധന ലേശം പോലും ഇല്ല എന്ന കാര്യം നാം പ്രത്യേകം അറിയണം.